പറഞ്ഞു. ഇൻട്രാവാസ്കുലാറും എക്സ്ട്രാവാസ്കുലാറും അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞാണ്. കോമൺ ആയിട്ട് കുറെ സിംറ്റംസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ ഹീമോളറ്റിക് അനീമിയ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, അക്വയർഡ്, ഹെറിഡിറ്ററി. അക്വയർഡിനകത്ത് ഓട്ടോഇമ്യൂൺ ഹീമോളിറ്റിക് അനീമിയ, മൈക്രോ ആൻജിയോപ്പതിക് ഹീമോളിറ്റിക് അനീമിയ, അതുപോലെ പരോക്സിസിമൽ നൊക്ടേണൽ ഹീമോഗ്ലോബിനൂരിയ. ഇത് മൂന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. പിന്നെ വരുന്ന ഹെറിഡിറ്ററിയിൽ നമുക്ക് ഒന്നെങ്കിൽ ആർ ബി സിയിൽ മെംബ്രെയിൻ്റെ അബ്നോർമാലിറ്റി കാരണം അനീമിയസ് വരാം. അതല്ലെങ്കിൽ വിത്തിൻ ദ ആർ ബി സിക്ക് അകത്തുള്ള എന്തെങ്കിലും ഡിഫക്റ്റ് കാരണം അനീമിയ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മെംബ്രെയിൻ അബ്നോർമാലിറ്റി, ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ് അത് പറഞ്ഞതാണ്. ഇനി നമുക്ക് വരുന്ന വിത്തിൻ ദ ആർ ബി സിക്ക് അകത്തുള്ള അബ്നോർമാലിറ്റീസ് കാരണം ഹീമോളൈസിസ് നടന്നിട്ട് അനീമിയസ് വരാം. അപ്പൊ അതിൽ രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ ആർ ബി സിക്ക് അകത്തുള്ള ഹീമോഗ്ലോബിന്റെ ഡിഫക്റ്റ്, അതല്ലെങ്കിൽ എൻസൈം ഡിഫക്റ്റ്. അപ്പൊ ഹീമോഗ്ലോബിന്റെ ഡിഫക്റ്റ് ആണ് നമ്മൾ ഹീമോഗ്ലോബിനോപതീസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവിനകത്ത് നമുക്ക് സിക്കിൾ സെൽ അനീമിയ, ക്വാണ്ടിറ്റേറ്റീവിനകത്ത് തലസീമിയ. ആ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ പറയുന്നത്. പിന്നെ വിത്തിൻ ദ ആർ ബി സിയിൽ എൻസൈംസിന്റെ ഡെഫിഷ്യൻസി കാരണം അത് G6PD ഡെഫിഷ്യൻസി. അപ്പൊ നമ്മൾ ഫസ്റ്റ് G6PD ഡെഫിഷ്യൻസി ആണ് പറയാൻ പോകുന്നത്. അപ്പൊ G6PD ഡെഫിഷ്യൻസി ഹീമോളിറ്റിക് അനീമിയയിൽ ഹെറിഡിറ്ററിയിലാണെന്നുള്ള കാര്യം ആലോചിക്കുക. ഹെറിഡിറ്ററിയിൽ വിത്തിൻ ദ ആർ ബി സിയിലാണ് ഡിഫക്റ്റ് വരുന്നത്. ആർ ബി സിയിൽ തന്നെയുള്ള G6PD എൻസൈമിന്റെ ഡെഫിഷ്യൻസി, എൻസൈമിന്റെ ഡിഫക്റ്റ് കൊണ്ടാണ് നമുക്ക് G6PD ഡെഫിഷ്യൻസിയിൽ ഹീമോളൈസിസും അനീമിയയും വരുന്നത്. സോ ഇപ്പൊ ഫസ്റ്റ് ഇവിടെ എന്താ നടക്കുന്നത് നോക്കാം. ഫസ്റ്റ് G6PD ഡെഫിഷ്യൻസി പറയുന്നതിനേക്കാളും മുന്നേ നമുക്ക് G6PD നോർമലി എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയണം. സോ അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിന്റെ സിംറ്റംസും അതിന്റെ പെത്തോളജി അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ G6PD എന്താ? G6PD എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇറ്റ്സ് ആൻ എൻസൈം. എവിടെയാണ് ഈ എൻസൈം വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ എവിടെയാണ്? HMP ഷണ്ട് പാത്വേ അല്ലെങ്കിൽ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ, PPP എന്ന് പറയുന്ന പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ അല്ലെ HMP ഷണ്ട് പാത്വേ, ഒരു മെറ്റബോളിക് പാത്വേയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൽ വരുന്ന HMP ഷണ്ട് പാത്വേയിലാണ് നമ്മൾ ഈ പറഞ്ഞ G6PD എൻസൈം വർക്ക് ചെയ്യുന്നത്. അതായത് അവിടെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിന് is converted to lactate ആണ് ഫൈനലി നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് അതല്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ടു 6 ഫോസ്ഫോ ഗ്ലൂക്കോണോ ലാക്ടേറ്റ് എന്ന് പറയുന്ന ആ ഒരു കൺവേർഷനിലാണ് ഈ പറഞ്ഞ G6PD എൻസൈം എൻഹാൻസ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിന് 6 ഫോസ്ഫോ ഗ്ലൂക്കോണോ ലാക്ടോൺ ആക്കുന്ന ആ ഒരു സ്റ്റെപ്പിനെയാണ് G6PD എൻഹാൻസ് ചെയ്യുന്നത്. സോ ഈ സ്റ്റെപ്പിൽ NADP കൺവേർട്ടഡ് ടു NADPH, അതായത് NADPHനെ റിലീസ് ചെയ്യും. നമുക്ക് NADHും NADPHും ഉണ്ട് അല്ലേ. NADH ATP അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷൻ ആണ്. NADPH ബയോസിന്തസിസും ആന്റി ഓക്സിഡന്റ് ഡിഫൻസും ആണ് മെയിൻ ഫംഗ്ഷൻ വരുന്നത്. സോ അപ്പോൾ ഇവിടെ NADPH റിലീസ് ചെയ്യുന്നുണ്ട്. ആർ ബി സിയെ സംബന്ധിച്ച് നമുക്കറിയാം മൈറ്റോകോൺട്രിയ ന്യൂക്ലിയസ് ഒക്കെ ആബ്സെന്റ് ആണ്. സോ അപ്പോൾ NADPH റിലീസ് ചെയ്യുന്ന ഏക പാത്വേ എന്ന് പറയുന്നത് ഈ പറയുന്ന HMP ഷണ്ട് അല്ലെങ്കിൽ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ ആണ്. സോ ഇപ്പോൾ NADPH ആർ ബി സിക്ക് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. അതായത് ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് ആർ ബി സി കണ്ടിന്യൂലി അണ്ടർ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിലാണ് നമ്മൾ പറയും. അതായത് ആർ ബി സിയിലുള്ള അല്ലെ HBയിലുള്ള നമ്മുടെ Fe3+ ഉണ്ടല്ലോ, Fe2+ ഓക്സിഡൈസ് ചെയ്ത് Fe3+ ആയിട്ട് മാറാനുള്ള ആ ഒരു ടെൻഡൻസി ആർ ബി സിയിൽ എപ്പോഴും കൂടുതലായിരിക്കും. കാരണം അത് ഓക്സിജൻ ക്യാരിയിങ് അല്ലേ. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് Fe3+ ആയിട്ട് കൺവേർട്ടഡ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. Fe3+ ആയി നിൽക്കുമ്പോൾ HBക്ക് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അത് Fe3+ എന്ന് പറയുന്നത് മെത്തിമോഗ്ലോബിൻ ആണ് ഫോം ചെയ്യുന്നത്. മെത്തിമോഗ്ലോബിന് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. നോർമലി ആയാലും ഈ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് എപ്പോഴും ഉണ്ട്. പക്ഷെ അതിനെ ഡിഫെൻസ് ചെയ്യാനായിട്ട് ആർ ബി സിക്ക് കുറേ മെക്കാനിസം ഉണ്ട്. ഇപ്പൊ മെത്തിമോഗ്ലോബിൻ റിഡക്റ്റേസ് എൻസൈം എന്ന് പറയുന്ന എൻസൈം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓക്സിഡേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് നോർമലി Fe2+ ആക്കി തന്നെ നിർത്തി ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം ആണ്. അതിൽ മെത്തിമോഗ്ലോബിൻ റിഡക്റ്റേസ് എൻസൈം വരുന്നുണ്ട്. ആന്റി ഓക്സിഡന്റ് സിസ്റ്റം, ആർ ബി സിക്ക് അകത്ത് തന്നെ ആന്റി ഓക്സിഡന്റ് സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിൽ ഗ്ലൂട്ടാതയോൺ, സൂപ്പർ ഓക്സിഡേസ് ഡൈമ്യൂട്ടേസ് എന്നൊക്കെ പറയുന്ന എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് അവിടെ ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഈ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്ത് നിർത്തും. നോർമലി ഒരു 1 to 2% എപ്പോഴും ഈ ഒരു ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്.
നാച്ചുറലി RBCയിൽ തന്നെയുള്ള ഈ എന്താണ് റിവേഴ്സൽ മെക്കാനിസംസ്, നമ്മൾ ഈ പറഞ്ഞ മെത്തിമോഗ്ലോബിൻ റിഡക്റ്റേസ് എൻസൈമും ആന്റി ഓക്സിഡൻസും കൂടെ ഒക്കെ ചേർന്നിട്ട് ഈ ഒരു ഓക്സിഡേഷൻ എപ്പോഴും അവിടെ പ്രിവെന്റ് ചെയ്ത് നിർത്തും. ഓക്കെ, അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആന്റി ഓക്സിഡന്റ് G6PD ഡെഫിഷ്യൻസി ആണ് അവിടെ പറയുന്നത്. ആന്റി ഓക്സിഡന്റ് സിസ്റ്റത്തിൽ വരുന്ന ഗ്ലൂട്ടാത്തയോണിനെ ആക്റ്റീവായിട്ട് നിർത്തുന്നതിനാണ് നമ്മൾ ഈ പറഞ്ഞ NADPH ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേയിൽ അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ടു 6 ഫോസ്ഫോ ഗ്ലൂക്കോണോലാക്ടോൺ ആക്കുന്ന ഒരു സ്റ്റെപ്പിൽ G6PD എൻസൈം അതിനെ കാറ്റലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ റിലീസ് ആകുന്ന NADPH എന്തിനു വേണ്ടിയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്? RBCയിൽ നോർമലി ഉള്ള ആ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു നോർമൽ മെക്കാനിസം ഉണ്ട്. ഈ നോർമൽ മെക്കാനിസത്തിലാണ് നമ്മൾ പറഞ്ഞ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഗ്ലൂട്ടാത്തയോണിനെ ആക്ടിവേറ്റ് ആക്കി നിർത്തുന്നതിനാണ് ഈ പറഞ്ഞ NADPH ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് നോർമലി നടക്കുന്ന കാര്യങ്ങളാണ് RBCക്കകത്ത്. ഓക്കെ, സോ അപ്പൊ ഇനി നമുക്ക് എന്താണ് G6PD ഡെഫിഷ്യൻസി വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. G6PD ഡെഫിഷ്യൻസി വന്നാൽ ഡെഫിഷ്യൻസി വന്നാൽ ഫസ്റ്റ് എന്തായിരിക്കും? NADPH റിലീസ് ചെയ്യുന്നത് കുറവായിരിക്കും അല്ലേ? NADPH കുറയും. NADPH കുറഞ്ഞാൽ അത് ആക്ടിവേറ്റ് ചെയ്ത് നിർത്തുന്ന ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്. ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. ഈ ഗ്ലൂട്ടാത്തയോൺ കുറയും. ഓക്കെ, അപ്പൊ ഗ്ലൂട്ടാത്തയോൺ കുറയുമ്പോൾ എന്താണ്? ആ ഒരു ആന്റി ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടി അവിടെ കുറയുന്നുണ്ട്. ഓക്സിഡേഷൻ നടന്ന് Fe3+ ആകാനുള്ള ടെൻഡൻസി അവിടെ, അതായത് RBCക്കകത്ത് ഓക്സിഡേഷൻ കൂടി വരും അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടി വരികയാണ് ചെയ്യുന്നത്. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടി വരുമ്പോൾ RBCക്ക് നോർമലി നിൽക്കാനുള്ള ആ ഒരു ടെൻഡൻസി പോയിട്ട് ഹീമോളൈസിസ് നടക്കും. ഹീമോളിറ്റിക് അനീമിയ അവിടെ ഉണ്ടാവും. അപ്പൊ പ്രിഡോമിനന്റ്ലി ഇവിടെ ഇൻട്രാവാസ്കുലർ ആയിരിക്കോ എക്സ്ട്രാവാസ്കുലർ ആയിരിക്കോ? ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ് ആണ് പ്രിഡോമിനന്റ്ലി നടക്കുന്നത്. ഓക്കെ, കിട്ടുന്നുണ്ടോ പോയിന്റ്സ്? ഓക്കെ, പകുതി മനസ്സിലായി, പകുതി മനസ്സിലായില്ല. എനിക്ക് അങ്ങോട്ട് എത്തിയോ എന്നൊരു കൺഫ്യൂഷൻ ആയി. ആരും പറയുന്നില്ല. ഓക്കെ, ഒന്നുകൂടി പറയാട്ടോ. ഒന്നുകൂടി പറയാം. നമ്മൾ G6PD എന്ന് പറയുന്ന എൻസൈം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. ഈ എൻസൈം നോർമലി RBCയിൽ എന്താണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പൊ അതിനു മുന്നേ RBCയിൽ നോർമലായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. RBC ഈസ് അണ്ടർ കോൺസ്റ്റന്റ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിലാണ് RBC എപ്പോഴും. അതായത് HBയിലുള്ള Fe2+ എന്ന് പറയുന്ന അയോൺ ഉണ്ടല്ലോ, അത് Fe3+ ആയിട്ട് കൺവേർട്ടഡ് ആകാൻ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്. കാരണം ഹീമോഗ്ലോബിൻ ഓക്സിജൻ ക്യാരിയിങ് ആണ്. ആ ഓക്സിജൻ ഈ അയണുമായിട്ട് റിയാക്ട് ചെയ്ത് Fe3+ ആകാനുള്ള ടെൻഡൻസി എപ്പോഴും RBCയിലുണ്ട്. ഓക്കെ, പക്ഷെ അങ്ങനെ കൺവേർട്ടഡ് ആകുമ്പോൾ നമ്മുടെ നോർമൽ ഹീമോഗ്ലോബിൻ എന്നുള്ളത് മാറിയിട്ട് മെത്തിമോഗ്ലോബിൻ ആവും. Fe3+ ആകുമ്പോൾ അത് മെത്തിമോഗ്ലോബിൻ എന്നാണ് പറയാം. അപ്പൊ ഈ മെത്തിമോഗ്ലോബിന് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് അത്ര നല്ല കാര്യമല്ല Fe3+ ആയിട്ട് കൺവേർട്ടഡ് ആകുന്നത്. ഈ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി RBCക്കകത്ത് തന്നെ കുറച്ച് മെക്കാനിസംസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് മെത്തിമോഗ്ലോബിൻ റിഡക്റ്റേസ് എൻസൈം ആണ്. ഈ Fe3+ ഓക്സിഡൈസ്ഡ് ആയതിനെ തിരിച്ച് റെഡ്യൂസ് ചെയ്ത് Fe2+ തന്നെ ആക്കും മെത്തിമോഗ്ലോബിൻ റിഡക്റ്റേസ് എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ RBCയിൽ കുറച്ച് ആന്റി ഓക്സിഡന്റ് സിസ്റ്റം ഉണ്ട്. ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഗ്ലൂട്ടാത്തയോൺ ആണ്. പിന്നെ കാറ്റലൈസുകളുണ്ട്. സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അപ്പൊ ഗ്ലൂട്ടാത്തയോണും ഈ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എന്നൊക്കെ പറയുന്ന എൻസൈംസ് ആന്റി ഓക്സിഡന്റുകളാണ്. അതായത് ഈ ഒരു ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഇത് നോർമലി നടക്കുന്ന കാര്യമാണ് RBCക്കകത്ത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഗ്ലൂട്ടാത്തയോൺ ഉണ്ടല്ലോ, ആന്റി ഓക്സിഡന്റിൽ വരുന്ന ഗ്ലൂട്ടാത്തയോൺ, ഈ ഗ്ലൂട്ടാത്തയോണിനെ ആക്ടിവേറ്റ് ആക്കി നിർത്തിയിട്ട്, അതായത് അതിനെ ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എൻഹാൻസ് ചെയ്യുന്ന ആളാണ് നമ്മൾ ഈ പറഞ്ഞ
NADPH. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെ ആയി. ഓക്കെ, ഇപ്പൊ NADPH. സോ നമ്മുടെ ഇവിടുത്തെ ആവശ്യം എന്താ? G6PD ചെയ്യേണ്ടത് എന്താ? NADPHനെ ആവശ്യത്തിന് റിലീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ ഗ്ലൂട്ടാതയോണിനെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് NADPH കൊടുക്കണം. NADPH കൊടുക്കുന്ന ഒരു പാത്വേ ആണ് നമ്മൾ ഈ പറഞ്ഞ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ എന്ന് പറയുന്നത്. RBCയിൽ മെറ്റബോളിക് പാത്വേസിൽ NADPH റിലീസ് ചെയ്യുന്ന ഒൺലി പാത്വേ ആണ് നമ്മുടെ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ അവിടെ കറക്റ്റ് ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ G6PD എൻസൈം വേണം. നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിൾ, ഗ്ലൈക്കോളിസിസ് ഒക്കെ പറയുമല്ലോ. അപ്പൊ അവിടെ ഓരോ എൻസൈംസ് ഓരോ കൺവേർഷൻ ചെയ്യുമ്പോൾ ATP റിലീസ് ആവും, NADH റിലീസ് ആവും. അതുപോലെ തന്നെ ഉള്ളൂ ഇവിടെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ചെയ്ത് 6 ഫോസ്ഫോ ഗ്ലൂക്കോണോലാക്ടേറ്റ് ഫോം ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിലാണ് G6PD വർക്ക് ചെയ്യുന്നത്. G6PD ആ സ്റ്റെപ്പിനെ എൻഹാൻസ് ചെയ്യിച്ചിട്ട് ഈ കൺവേർഷനകത്ത് NADPH റിലീസ്ഡ് ആവും. ഓക്കെ, ഈ NADPH നമ്മളെ ഗ്ലൂട്ടാതയോണിനെ ആക്റ്റീവായിട്ട് നിർത്തും. ഗ്ലൂട്ടാതയോൺ ഈ പറഞ്ഞ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കും, അല്ലെങ്കിൽ Fe2+ ഓക്സിഡൈസ് ചെയ്ത് Fe3+ ആവുന്നത് കുറച്ച് നിർത്തും. അത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. നോർമലി RBCയിൽ നടക്കുന്ന കാര്യമാണത്. ക്ലിയർ ആണോ അത്രയും വരെ? ക്ലിയർ ആണ്. ഓക്കെ, സോ അപ്പൊ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. അപ്പൊ നമുക്കിനി എന്താണ് അവിടെ G6PD ഡെഫിഷ്യൻസി വന്നാൽ എന്താണ് സംഭവിക്കുക? G6PD ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന പാത്വേ നോക്കുക. പാത്വേക്കകത്ത് നമ്മൾ ഈ പറഞ്ഞ G6PD ആബ്സെന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് G6PD ആബ്സെന്റ് ആണ്. അപ്പൊ ഈ കൺവേർഷൻ മര്യാദയ്ക്ക് നടക്കില്ല. കൺവേർഷൻ നടക്കാത്തിടത്തോളം നമുക്ക് NADPH റിലീസ്ഡ് ആവത്തില്ല. ക്ലിയർ അല്ലേ അത്? ഓക്കെ, NADPH റിലീസ് ആകത്തില്ല. സോ NADPH ഇല്ലാത്ത പക്ഷം എന്ത് പറ്റും? ഗ്ലൂട്ടാതയോൺ. NADPHന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗ്ലൂട്ടാതയോണിനെ ആക്റ്റീവായിട്ട് നിർത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ആന്റി ഓക്സിഡന്റ് ഡിഫൻസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് NADPHന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലൂട്ടാതയോണിന്റെ ആക്ടിവേഷൻ കുറയും. ഗ്ലൂട്ടാതയോൺ ആക്ടിവേഷൻ കുറഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഗ്ലൂട്ടാതയോണിന്റെ മെയിൻ ഫംഗ്ഷൻ. അപ്പൊ ഗ്ലൂട്ടാതയോൺ കുറയുമ്പോൾ ആ ഓക്സിഡേഷൻ അവിടെ നടന്നുകൊണ്ടേയിരിക്കും. RBC ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടും. ഓക്കെ, ക്ലിയർ ആണോ അത്? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്സിഡേഷൻ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി കുറയും. ഓക്കെ, അപ്പൊ അവിടെ കണ്ടിന്യൂസ് ഓക്സിഡേഷൻ നടക്കും. RBCക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ വരും. ഹീമോളൈസിസ് നടക്കും അല്ലേ? സോ അപ്പൊ അവിടെ ഹീമോളിറ്റിക് അനീമിയ ഉണ്ടാവും. അതാണ് G6PD ഡെഫിഷ്യൻസിയിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പ്രിഡോമിനന്റ്ലി ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ് ആയിരിക്കും നടക്കുന്നത്. ചെറുതായിട്ട് എക്സ്ട്രാവാസ്കുലർ സ്പ്ലീനിൽ പോയിട്ടും അത് ഹീമോളൈസിസ് നടക്കും. പ്രിഡോമിനന്റ്ലി ഇൻട്രാവാസ്കുലർ ആണ്. ബ്ലഡ് വെസൽസിന്റെ അകത്ത് വെച്ച് തന്നെ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ വരെ പോകാനുള്ള ഒരു ടൈം ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. ഇൻട്രാവാസ്കുലർ ആയിട്ട് തന്നെ അത് ഹീമോളൈസിസ് നടക്കും. ഹീമോളിറ്റിക് അനീമിയ, ഇൻട്രാവാസ്കുലർ ഹീമോളിറ്റിക് അനീമിയ ഉണ്ടാകും. ഓക്കെ, അതാണ് G6PD ഡെഫിഷ്യൻസിക്കകത്ത് നടക്കുന്നത്. ദിസ് ദ മോസ്റ്റ് കോമൺ ഹ്യൂമൻ എൻസൈമോപ്പതി ഇൻ വേൾഡ് വൈഡ്. വേൾഡ് വൈഡ് മോസ്റ്റ് കോമൺ ഹ്യൂമൻ എൻസൈമോപ്പതിയാണ് G6PD ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ G6PD കുറയാൻ കാരണമാകുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ്, പിന്നെ പാവ ബീൻസ്, ഒരു ടൈപ്പ് ബീൻസ്, പിന്നെ ഓക്സിഡന്റ് ഡ്രഗ്സ്, കുറെ ഡ്രഗുകളുണ്ട്. ഇപ്പൊ ഇൻഫെക്ഷൻസ്, ഓക്സിഡന്റ് ഡ്രഗ്സ്, പാവ ബീൻസ് ഒക്കെയാണ് നമ്മുടെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്. ഓക്കെ, ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ G6PD ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്, നോട്ട് ദ കോസ്. ആക്ച്വലി ഇത് നമ്മൾ പറഞ്ഞു ഹെറിഡിറ്ററി ആണ് അല്ലേ? ഹെറിഡിറ്ററി കാറ്റഗറിയിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണ്. എക്സ് ലിങ്ക്ഡ് റെസസീവ്. ഓക്കെ, എക്സ് ലിങ്ക്ഡ് ആണ്, എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണ് G6PD ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. എക്സ് ലിങ്ക്ഡ് റെസസീവ് കണ്ടീഷൻ ആണ് ആൻഡ് മോസ്റ്റ് കോമൺ ഹ്യൂമൻ എൻസൈമോപ്പതി ഇൻ വേൾഡ് വൈഡ്. ദെൻ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഓക്സിഡന്റ് ഡ്രഗുകൾ,
പാവ, ബീൻസ് ഒക്കെ അതിന്റെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ വാസ്റ്റ് മെജോറിറ്റി അസിംറ്റമാറ്റിക് ആയിരിക്കും ത്രൂ ഔട്ട് ദെയർ ലൈഫ്. പിന്നെ പോകെ നമ്മൾ പറഞ്ഞ ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസിൻ്റെതായിട്ടുള്ള സിംറ്റംസ് അല്ലെങ്കിൽ അതിന്റെ സയൻസ് നമുക്ക് കിട്ടും. ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ് നമ്മൾ ജനറലി ഉള്ള ക്യാരക്ടേഴ്സ് നേരത്തെ പറഞ്ഞതാണ്, അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് G6PD ഡെഫിഷ്യൻസിയിൽ നമുക്ക് കിട്ടും. ഇനി ബ്ലഡ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഹീമോഗ്ലോബിൻ ഡീനേച്ചർഡ് ആയി പോയല്ലോ, അതായത് മെത്തിമോഗ്ലോബിൻ ആണ് അവിടെ ഫോം ചെയ്യുന്നുണ്ടാകുക. അപ്പം അത് സ്റ്റേബിൾ അല്ല, ഡീനേച്ചർഡ് ആയി പോകും. ഡീനേച്ചർഡ് ആയി പോയി കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, RBCക്കകത്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിടക്കുന്ന ഹീമോഗ്ലോബിൻ കാണുന്നുണ്ടോ ഫിഗറിൽ? കാണാം. ഓക്കെ, ഇതിനാണ് നമ്മൾ ഹെയ്ൻസ് ബോഡീസ് എന്ന് പറയുന്നത്. അതായത് RBC വിത്ത് പ്രസിപ്പിറ്റേറ്റഡ് ഹീമോഗ്ലോബിൻ. ഡീനേച്ചർഡ് ആയി പോയി കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ അതിനകത്ത് ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിടക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഹെയ്ൻസ് ബോഡീസ് എന്ന് പറയുന്നത്. ഈ ഹെയ്ൻസ് ബോഡീസ്, അതായത് RBC പ്രസിപ്പിറ്റേറ്റഡ് ആയിട്ട് ഹീമോഗ്ലോബിൻ അതിനകത്തുണ്ട്. ഈ RBCs സ്പ്ലീനിലേക്ക് പോകുന്ന സമയത്ത് സ്പ്ലീനിലുള്ള മാക്രോഫേജസ് ഹെയ്ൻസ് ബോഡീസ് ഇരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അത്രയും പോർഷനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റും, അല്ലെങ്കിൽ അത്രയും പോർഷനെ ഫാഗോസൈറ്റൈസ് ചെയ്ത് കളയും. അപ്പൊ അങ്ങനെ ഫാഗോസൈറ്റൈസ് ചെയ്ത് കളയുമ്പോഴാണ് അതിന് നമ്മൾ വൈറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡീനേച്ചർഡ് ആയി പോയി കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ RBCയിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിടക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഹെയ്ൻസ് ബോഡീസ് എന്ന് പറയുന്നത്. ഈ ഹെയ്ൻസ് ബോഡീസ് ഉള്ള RBC സ്പ്ലീനിലൂടെ പോകുന്ന സമയത്ത്, ഫോറിൻ ബോഡി ആണല്ലോ, സോ അപ്പൊ സ്പ്ലീൻ അതിനെ ഫാഗോസൈറ്റൈസ് ചെയ്ത് കളയും. അത് കളയുന്നത് ആയിരിക്കുന്ന പോർഷൻ മാത്രം കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. സോ അപ്പൊ ബാക്കി വരുന്ന ആ സെല്ലിനെ നമ്മൾ വൈറ്റ് സെൽ എന്ന് പറയും. വൈറ്റ് സെൽ അല്ലെങ്കിൽ ഡെക്മാസൈറ്റ് എന്ന് പറയും. ഓക്കെ, ഹെയ്ൻസ് ബോഡീസ് റിമൂവ് ചെയ്ത് ബാക്കി വരുന്ന RBC ആണ് നമ്മൾ വൈറ്റ് സെൽ അല്ലെങ്കിൽ ഡെക്മാസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഈ ഹെയ്ൻസ് ബോഡീസ് ഉള്ള RBC ഉണ്ടല്ലോ, അപ്പൊ അതിനൊരു വാക്യൂൾ ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും. അതിനെയാണ് ബ്ലിസ്റ്റർ സെൽസ് എന്ന് പറയുന്നത്. ഹെയ്ൻസ് ബോഡീസ് എന്ന് പറയുന്നത് RBCയിൽ കിടക്കുന്ന പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിടക്കുന്ന ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ ഈ പ്രസിപ്പിറ്റേറ്റഡ് ഹീമോഗ്ലോബിൻ ഉള്ള RBC ഉണ്ടല്ലോ, അതൊരു വാക്യൂൾ ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും. ഓക്കെ, അതായത് സ്പ്ലീനിലേക്ക് പോകുമ്പോൾ അതൊരു വാക്യൂൾ ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും. അതിനെയാണ് ബ്ലിസ്റ്റർ സെൽസ് എന്ന് പറയുന്നത്. ഈ ബ്ലിസ്റ്റർ സെൽസ് സ്പ്ലീനിലേക്ക് സ്പ്ലീനിൽ ചെല്ലുമ്പോൾ ഹെയ്ൻസ് ബോഡീസ് ഉള്ള പോർഷൻ മാത്രം സ്പ്ലീൻ ഫാഗോസൈറ്റൈസ് ചെയ്ത് മാറ്റും. സോ അതിനെ നമ്മൾ വൈറ്റ് സെൽസ് എന്ന് പറയും. വൈറ്റ് സെൽസ് അല്ലെങ്കിൽ ഡെക്മാസൈറ്റ്സ് എന്ന് പറയും. പിന്നെ G6PD ഡെഫിഷ്യൻസി ഫാൽസിപ്പാരത്തിന് റെസിസ്റ്റന്റ് ആയിരിക്കും. റെസിസ്റ്റൻസ് അഗേൻസ്റ്റ് ഫാൽസിപ്പാരം മലേറിയ. ഫാൽസിപ്പാരം മലേറിയം ഈ സെയിം തന്നെയാണ് ചെയ്യുന്നത്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടിയിട്ട് ഇത് RBCക്കകത്ത് മൾട്ടിപ്ലൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ ഓൾറെഡി ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിലാണ് നമ്മുടെ RBC ഉള്ളത്. ഓക്കെ, ഇവര് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ RBC അവിടെ ഹീമോളൈസിസ് ആയി പോകും, അല്ലെങ്കിൽ അവിടെ റപ്ചേർഡ് ആയി പോകുന്നുണ്ട്. അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അവിടെ ബുദ്ധിമുട്ടായിരിക്കും. വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് RBC ഇല്ല, ഓൾറെഡി ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിലാണ്, അത് റപ്ചർ ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫാൽസിപ്പാരത്തിന് അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് അവിടെ ഫാൽസിപ്പാരം റെസിസ്റ്റന്റ് ആകാനുള്ള കാരണം. ഫാൽസിപ്പാരം സെയിം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടിയിട്ടാണ് അവരവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ RBC കിടക്കുകയാണ്, അപ്പൊ അവിടെ റപ്ചർ ആയി പോകുന്നുണ്ട്. ഫാൽസിപ്പാരത്തിന് അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് ഇത് റെസിസ്റ്റന്റ് അഗേൻസ്റ്റ് ഫാൽസിപ്പാരം മലേറിയ. ഓക്കെ, അത്രയാണ് G6PD ഡെഫിഷ്യൻസിക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. G6PD എവിടെയാണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടും. G6PD ഡെഫിഷ്യൻസി NADPH കുറയ്ക്കും, അവിടുന്ന് ഗ്ലൂട്ടാത്തയോൺ കുറയും. ഗ്ലൂട്ടാത്തയോൺ കുറഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടും. ഓക്കെ, RBC റപ്ചർ ആവും, അല്ലെങ്കിൽ ഹീമോളൈസിസ് നടക്കും. പ്രിഡോമിനന്റ്ലി ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ് ആയിരിക്കും. എക്സ് ലിങ്ക്ഡ് റെസസീവ് കണ്ടീഷൻ ആണ്. ഈ ഡീനേച്ചർഡ് ആയിപ്പോയി കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഇതിനകത്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിടക്കും. ആ പ്രസിപ്പിറ്റേറ്റഡ് ഹീമോഗ്ലോബിനെയാണ് നമ്മൾ ഹെയ്ൻസ് ബോഡീസ് എന്ന് പറയുന്നത്.
RBC വിത്ത് ഹെയിൻസ് ബോഡീസ് വാക്യൂൾ ലൈക്ക് ആയിട്ടായിരിക്കും കാണുന്നത്. അതിന് ബ്ലിസ്റ്റർ സെൽസ് എന്ന് പറയും. ഇത് സ്പ്ലീനിലേക്ക് പോകുന്ന സമയത്ത് ഹെയിൻസ് ബോഡീസ് ഉള്ള പോർഷൻ സ്പ്ലീൻ ഫാഗോസൈറ്റൈസ് ചെയ്ത് മാറ്റും. സോ അതിന് ബൈറ്റ് സെൽസ് അല്ലെങ്കിൽ ഡെക്മാസൈറ്റ്സ് എന്ന് പറയും. ഓക്കെ. സോ പ്രിഡോമിനന്റ്ലി ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ് ആണ്. സോ നമുക്കറിയാം ഹീമോഗ്ലോബിനൂറിയ ഉണ്ടായിരിക്കും. ജോണ്ടിസ് മൈൽഡ് ആയിരിക്കും കമ്പാരിറ്റീവ് ടു എക്സ്ട്രാവാസ്കുലർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ജോണ്ടിസ് സിവിയർ ആയിട്ട് വരുന്നത് എക്സ്ട്രാവാസ്കുലറിനകത്താണ്. പക്ഷെ ഇവിടെയും മൈനർ ആയിട്ട് ജോണ്ടിസ് ഉണ്ടായിരിക്കും. റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കൂടും, ഹാപ്റ്റോഗ്ലോബിൻ കുറയും. ഓക്കെ. G6PD ഡെഫിഷ്യൻസി ക്ലിയർ ആണോ? ക്ലിയറാണ്. എന്തെങ്കിലും ആഡ് ചെയ്യാൻ പോയിന്റ്സ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ G6PD? സിക്കിൾ സെല്ലും കൂടെ പറയട്ടെ. സിക്കിൾ സെൽ അനീമിയ. ഓക്കെ. സിക്കിൾ സെൽ അനീമിയ പറഞ്ഞു ഹീമോഗ്ലോബിനോ പത്തീസിനകത്താണ് വരുന്നില്ലേ. നമ്മളെ ഹീമോളിറ്റിക് അനീമിയാസ് അതിൽ ഹെറിഡിറ്ററി ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹെറിഡിറ്ററിയിൽ വിത്തിൻ്റെ ആർ ബി സിക്ക് അകത്തുള്ള ഡിഫക്റ്റുകളാണ്. അതിൽ നമ്മൾ പറഞ്ഞു RBCക്ക് അകത്ത് ഹീമോഗ്ലോബിൻ ഉണ്ട്, എൻസൈംസ് ഉണ്ട്. ഹീമോഗ്ലോബിൻ ഡിഫക്റ്റ് ആണെങ്കിൽ നമ്മളതിനെ ഹീമോഗ്ലോബിനോപ്പത്തീസ്. ഓക്കെ. ഹീമോഗ്ലോബിനോപ്പത്തീസ് രണ്ട് തരത്തിൽ വരാം. ഒന്നുകിൽ ഹീമോഗ്ലോബിന്റെ ക്വാണ്ടിറ്റി കുറയാം, അല്ലെങ്കിൽ ക്വാളിറ്റി കുറയാം. ക്വാണ്ടിറ്റി കുറയുന്നതാണ് സിക്കിൾ സെൽ അനീമിയ. ക്വാളിറ്റി കുറയുന്നതാണ് സിക്കിൾ സെൽ അനീമിയ. ക്വാണ്ടിറ്റി കുറയുന്നതാണ് തലസീമിയ. ഓക്കെ. എൻസൈം ഡെഫിഷ്യൻസി ആണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ G6PD ഡെഫിഷ്യൻസി. സോ അപ്പോൾ ഹീമോഗ്ലോബിനോപ്പത്തീസ്, ഹീമോഗ്ലോബിന്റെ ഡിഫക്റ്റ്, അത് കാരണം നമുക്ക് രണ്ട് കണ്ടീഷൻസ് പഠിക്കണം, സിക്കിൾ സെൽ അനീമിയ ആൻഡ് തലസീമിയ. ഓക്കെ. ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറിനെയോ സിന്തസിസിനെയോ ആയിരിക്കും അവിടെ അഫക്റ്റഡ് ആവുന്ന എന്നുള്ള കാര്യം ഓർക്കാം. സോ അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നോർമലി ഉള്ള ഹീമോഗ്ലോബിൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിനകത്ത് എങ്ങനെയാണ് 4 ചെയിൻസ് ആണ് അല്ലേ, 2 ആൽഫ 2 ബീറ്റ നോർമലി. ഓക്കെ. HbA എന്ന് പറയുന്നത് 2 ആൽഫ 2 ബീറ്റ നോർമലി കാണുന്ന അഡൽട്ട് ഹീമോഗ്ലോബിൻ. അത് 95 to 98% ഈ 2 ആൽഫ 2 ബീറ്റ ചെയിനുള്ള ഹീമോഗ്ലോബിൻ ആയിരിക്കും അഡൽട്ട് ഹീമോഗ്ലോബിൻ. അതല്ലെങ്കിൽ റെയർ ആയിട്ട് ലെസ് ദാൻ ഒരു 3% HbA2 വരുന്നുണ്ട്. 2 ആൽഫ 2 ഗാമ ചെയിൻസ് വന്നിട്ടും വരാം. പിന്നെ അല്ലെങ്കിൽ കാണുന്നതാണ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ. ഫീറ്റൽ ആണ് 2 ആൽഫ 2 ഗാമ. HbA2 2 ആൽഫ 2 ഡെൽറ്റ ആണ് കേട്ടോ. 2 ഡെൽറ്റ ചെയിൻസ് ആണ് വരുന്നത് HbA2. റെയർ ആണ്, ലെസ് ദാൻ 3% ഉള്ളൂ. അതല്ലെങ്കിൽ ഫീറ്റൽ ഹീമോഗ്ലോബിൻ, അത് ലെസ് ദാൻ 1% ആണ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ. HbF. ഓക്കെ. 2 ആൽഫ 2 ഗാമ ചെയിൻസ് ആണ് അവിടെ വരുന്നത്. ഇത് നോർമലി കാണുന്ന ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ. നോർമലി HbA അല്ലെങ്കിൽ അഡൽട്ട് ഹീമോഗ്ലോബിൻ 2 ആൽഫ 2 ബീറ്റ ചെയിൻ ചേർന്നിട്ടായിരിക്കും. അതല്ലെങ്കിൽ ഫീറ്റൽ ഹീമോഗ്ലോബിൻ 2 ആൽഫ 2 ഗാമ ചെയിൻ ചേർന്നിട്ടായിരിക്കും. ഓക്കെ. പിന്നെ വേറൊരു ടൈപ്പ് ഉള്ളത് HbA2 ആണ്. അത് 2 ആൽഫ 2 ഡെൽറ്റ ചെയിൻ ചേർന്നിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ സിക്കിൾ സെൽ അനീമിയയിലേക്ക് പോകുന്നതിന് മുന്നേ നോർമലി എങ്ങനെയാണ് ഈ ചെയിൻസ് സിന്തസൈസ് ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതായത് HbA എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡൽട്ട് ഹീമോഗ്ലോബിന്റെ സിന്തസിസ് ആണ്. അപ്പൊ ഈ അഡൽട്ട് ഹീമോഗ്ലോബിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ബീറ്റ ചെയിനകത്താണ് ഇവിടെ അബ്നോർമാലിറ്റി വരുന്നത്. അപ്പൊ നമുക്ക് ബീറ്റ ചെയിനെ റിലേറ്റ് ചെയ്താണ് പറയുന്നത് കാര്യങ്ങളെ. സോ അപ്പോൾ ബീറ്റ ചെയിന്റെ സിന്തസിസ് ആലോചിക്കുക. ബീറ്റ ചെയിന് സിന്തസൈസ് ചെയ്യുന്ന ജീൻ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ക്രോമസോം നമ്പർ 11 ആയിരിക്കും. സോ അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ക്രോമസോം നമ്പർ 11 ആണ്. ഓക്കെ. കാണിച്ചിരിക്കുന്നത് ക്രോമസോം നമ്പർ 11 ആണ്. അപ്പൊ അതിലാണ് നമ്മൾ ഈ പറഞ്ഞ ബീറ്റ ചെയിന് സിന്തസൈസ് ചെയ്യുന്ന ആ ഒരു ജീൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ജീന്റെ കോഡിങ് നോക്കുക. GAG എന്നുള്ളതാണ് ആ കോഡിങ് വന്നിരിക്കുന്നത്. ഓക്കെ.
GAG. ഇപ്പൊ ഈ GAG ഉള്ള ജീന് നോർമലി ബീറ്റ ചെയിൻ സിന്തസൈസ് ചെയ്യുമ്പോൾ അതിന്റെ 6th പൊസിഷനിൽ ആരാണ്? ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. സി 1 2 3 4 5 6th പൊസിഷൻ നോക്കുക. 6th പൊസിഷനിൽ ആരാണ്? ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് വന്നിരിക്കുന്നത്. ഈ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ്. ഇത് നോർമൽ ബീറ്റ ചെയിന്റെ കാര്യമാണ്. ക്രോമസോം നമ്പർ 11 GAG, അതായത് ജീനിന്റെ കോഡിങ് GAG ആയിരിക്കുന്ന സമയത്ത്, ഗ്വാനൈൻ അഡിനൈൻ ഗ്വാനൈൻ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നോർമലി കിട്ടുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് 6th പൊസിഷനിൽ. ഓക്കെ, ഇനി ഇതിന് പോയിന്റ് മ്യൂട്ടേഷൻ വരുവാണ്. ഓക്കെ, അഡിനൈനിന് പകരം അവിടെ തൈമിഡിൻ വരുന്നു. ഓക്കെ, തൈമിഡിൻ കൊടുത്തിട്ടുണ്ട്. അഡിനൈന് പകരം അവിടെ തൈമിഡിൻ വരുന്നു. തൈമിഡിൻ വരുമ്പോൾ അവിടെ സിന്തസൈസ് ചെയ്യുന്നത് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ ആയിരിക്കും. 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ ആയിരിക്കും സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എന്താണ്? ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നു അല്ലെ? ഗ്ലൂട്ടാമിക് ആസിഡ് ആയിരുന്നു നോർമൽ ക്വാളിറ്റിയിൽ വേണ്ടത്, പക്ഷെ അവിടെ മ്യൂട്ടേഷൻ വന്നിട്ട് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം സിന്തസൈസ് ചെയ്തിരിക്കുന്നത് വാലിനെയാണ്. ഓക്കെ, 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ. കോഡിങ്ങിനകത്ത് ഡിഫറൻസ് വരുന്നത് അഡിനൈന് പകരം തൈമിഡിൻ വരുന്നു. സോ ഈ മ്യൂട്ടേഷൻ നടന്നു കഴിയുമ്പോഴാണ് അത് സിക്ലിങ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്രോമസോം നമ്പർ 11 അഡിനൈന് പകരം തൈമിഡിൻ വരുന്നു. ഇപ്പൊ നോർമലി ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് ഉണ്ടാകേണ്ടിയിരുന്നത്, അതിന് പകരം 6th പൊസിഷനിൽ വാലിൻ വരുന്നു. അതാണ് നമുക്ക് സിക്കിൾ സെൽ അനീമിയയിലേക്ക് പോകുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആണോ? സെക്കൻഡ് ആണ് ഹെറിഡിറ്ററി ഹീമോളിറ്റിക് അനീമിയയിൽ വരുന്നതാണ്. സോ അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആ ഒരു മ്യൂട്ടേഷൻ ആണ് അവിടെ സിക്ലിങ് പ്രൊമോട്ട് ചെയ്യുന്നത്. ആ ഒരു ചേഞ്ച് വരുന്നത് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ പ്ലേസ്ഡ് ആവുന്നത്. ക്രോമസോം നമ്പർ 11 അകത്താണ് നമ്മുടെ ബീറ്റ ചെയിന് സിന്തസൈസ് ചെയ്യുന്ന ജീൻ ഉള്ളത്. ആൽഫ ആണെങ്കിൽ ക്രോമസോം നമ്പർ 16 അകത്താണ് ആൽഫ ചെയിന്റെ ജീൻസ് വരുന്നത്. നമ്മൾ തലസീമിയ പറയുമ്പോൾ ആൽഫ തലസീമിയ വരുമ്പോൾ അത് പറയാട്ടോ. ഇവിടെ 11 അകത്താണ് ചേഞ്ച് എന്നുള്ളത് ആലോചിക്കുക. ഒരു ജീനാണ് വരുന്നത്, അപ്പൊ അത് അഡിനൈന് പകരം തൈമിഡിൻ വരുന്നു. ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിനെ സിന്തസൈസ് ചെയ്യുന്നു. ഓക്കെ, ഇനി സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു ഓട്ടോസോമൽ റെസസീവ് കണ്ടീഷനാണ്. അതായത് ഓട്ടോസോമൽ റെസസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവും. അതായത് ഇതിന്റെ ടൈപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാൽ ഇതിന്റെ ടൈപ്സ് വേഗം പറയാൻ പറ്റും. ഓട്ടോസോമൽ റെസസീവ് പറയുമ്പോൾ അവിടെ 2 അലീൽസ് ആണ് അല്ലെ? 2 അലീൽസിനകത്ത് ഒരെണ്ണം നോർമലും ഒരെണ്ണം ഡിസീസ്ഡ്. അതായത് റെസസീവ് ആയിട്ടുള്ള ആള് ഡിസീസ്ഡ് ആണെന്ന് വിചാരിക്കുക. ഇത് ഡിസീസ് സ്മോൾ എ കൊടുത്തിരിക്കുന്ന ഡിസീസ്ഡ് അലീലാണെന്ന് വിചാരിക്കുക. സോ അവിടെ പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് എ വന്നാൽ നോർമൽ ആയിരിക്കും അല്ലെ? എ എന്ന് പറയുന്ന ആള് നോർമൽ ആണ്. സോ ക്യാപിറ്റൽ എ വന്നാൽ നോർമൽ. ഇനി ഒരാള് നോർമലും ഒരാള് ഡിസീസ്ഡും ആയിട്ട് വന്നാൽ കാരിയർ, അല്ലെങ്കിൽ നമ്മളത് ട്രേറ്റ് ആണെന്ന് പറയും അല്ലെ? ഇനി രണ്ടുപേരും ഡിസീസ്ഡ് ആയിട്ടുള്ള 2 അലീലും അബ്നോർമൽ ആയിട്ടുള്ളതാണ് കിട്ടിയെങ്കിൽ അത് ഡിസീസ് ഫോമിങ് ആയിരിക്കും. ഓക്കെ, ഓട്ടോസോമൽ റെസസീവ് എന്ന് പറയുന്നത് 2 ഡിഫക്റ്റീവ് ജീൻ വരുമ്പോഴാണ് അവിടെ ഓട്ടോസോമൽ റെസസീവ് കണ്ടീഷൻ ഉണ്ടാകുന്നത്. സോ അപ്പൊ നമുക്ക് സിക്കിൾ സെൽ അനീമിയ വരണം എന്നുണ്ടെങ്കിൽ 2 ജീനും ഡിഫക്റ്റീവ് ആവണം. അതായത് 2 ക്രോമസോമിന്റെ 2 ഇതുണ്ടല്ലോ, അതിനകത്തുള്ള 2 ജീൻസും ഡിഫക്റ്റീവ് ആവുമ്പോഴാണ് നമുക്ക് സിക്കിൾ സെൽ ഡിസീസ്, സിക്കിൾ സെൽ അനീമിയ കിട്ടുന്നത്. അതായത് ഓട്ടോസോമൽ റെസസീവ് ആണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, ഓട്ടോസോമൽ റെസസീവ്. അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ പേരന്റില് 2 പേരന്റും കാരിയേഴ്സ് ആണ് അല്ലെ? അല്ലെങ്കിൽ സിക്കിൾ സെൽ ട്രേറ്റ് ആണ് രണ്ടുപേരും. ഇപ്പൊ എ എന്ന് കാണിച്ചിരിക്കുന്നത് നോർമൽ ഹീമോഗ്ലോബിൻ ജീൻ ആണ്, എസ് പറയുന്നത് ഡിസീസ്ഡ് ആണ്. ഓക്കെ, രണ്ടുപേരും ട്രേറ്റ് ഉള്ളവരാണ്. അപ്പൊ പോസിബിലിറ്റീസ് ഇതൊക്കെയാണ്: AS, SS. ഓക്കെ, അപ്പൊ AS വരുന്നവര് സിക്കിൾ സെൽ ട്രേറ്റ് അല്ലെങ്കിൽ അവര് കാരിയർ ആയിരിക്കും അല്ലേ? റെസസീവ് ആണ്. എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിസീസ്ഡ് അലീൽ എന്ന് പറയുന്ന അവിടെ റെസസീവ് ആണ്. ഓക്കെ, പക്ഷെ രണ്ടും SS ആയിട്ട് വരുന്ന ആള് ഡിസീസ്ഡ് ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയയുടെ ഡിഫറെന്റ് ടൈപ്സ് പറയുന്നത്. ഹെട്രോസൈഗസ് സ്റ്റേറ്റ് ഉണ്ട്. ഹെട്രോസൈഗസ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ സിക്കിൾ സെൽ ട്രേറ്റ്. സിക്കിൾ സെൽ ട്രേറ്റ് എന്ന് പറയുന്ന AS, ഒരു അലീല് നോർമലും മറ്റത് ഡിഫക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും. അത് സിക്കിൾ സെൽ ട്രേറ്റ്, അവര് കാരിയേഴ്സ് ആയിരിക്കും. ഹോമോസൈഗസ് ആണ് നമ്മൾ ഈ പറഞ്ഞ, അതായത് SS എന്ന് പറയുന്നത്, രണ്ടും ഡിഫക്റ്റീവ് ആണ്. സോ അത് സിക്കിൾ സെൽ അനീമിയ അവിടെ ഫോം ചെയ്യുന്നുണ്ടായിരിക്കും, ഹോമോസൈഗസ്.
SS ആയിരിക്കും വരുന്നത്. സിക്കിൾ സെൽ അനീമിയ ഫോം ചെയ്യുന്നുണ്ടാവും. ഇനി അതല്ലെങ്കിൽ ഡബിൾ ഹെട്രോസൈഗസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റും കൂടി ഉണ്ട്. അത് സിക്കിൾ സെൽ C ഡിസീസ് അല്ലെ സിക്കിൾ സെൽ D ഡിസീസ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു സിക്കിൾ സെല്ല് S എന്ന് പറയുന്ന ജീൻ അവിടെ ഡിഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു മ്യൂട്ടേഷൻ നടന്നു, അത് നമ്മൾ S എന്ന് പറഞ്ഞ ജീനായിട്ട് എടുത്തു. ഇനി അതല്ല ഇപ്പുറത്തെ സൈഡിൽ സെയിം വേറൊരു ഡിഫക്റ്റീവ് ജീൻ D എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുക. സോ അപ്പൊ SD എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ അത് ഡബിൾ ഹെട്രോസൈഗസ് സ്റ്റേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ C എന്ന് പറയുന്ന മ്യൂട്ടേഷൻ ആണെങ്കിൽ അത് സിക്കിൾ സെൽ C ഡിസീസ് ആയിരിക്കും. ഡബിൾ ഹെട്രോസൈഗസ് സ്റ്റേറ്റ് SC അല്ലെങ്കിൽ SD കോമ്പിനേഷൻ ആയിട്ടായിരിക്കും വരുന്നത്. അത് വളരെ റെയർ ആണ് ഡബിൾ ഹെട്രോസൈഗസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ അത്രയാണ് നമ്മൾ ഇതിന്റെ ടൈപ്സ് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അത് ഓട്ടോസോമൽ റിസസീവ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഹോമോസൈഗസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 2 ജീനും ഡിഫക്റ്റീവ് ആണ്. SS എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. അതല്ലെങ്കിൽ ഹെട്രോസൈഗസ് മീൻസ് എന്താണ്, ഒരെണ്ണം നോർമൽ ആണ്, ഒരെണ്ണം ഡിഫക്റ്റീവ് ആണ്. അവർ സിക്കിൾ സെൽ ട്രേറ്റ് അല്ലെങ്കിൽ കാരിയർ ആയിരിക്കും. അപ്പൊ രണ്ടും രണ്ട് രീതിയിലാണ് ഡിഫക്റ്റീവ് എങ്കിലാണ് നമ്മൾ C ഡിസീസും D ഡിസീസും പറയുന്നത്. രണ്ടും രണ്ട് ടൈപ്പാണ്. Cയും Dയും ആയിട്ട് വരുമ്പോൾ SC അല്ലെങ്കിൽ SD എന്ന് പറയുന്ന കോമ്പിനേഷൻ വരും. സിക്കിൾ C ഡിസീസ് അല്ലെങ്കിൽ സിക്കിൾ D ഡിസീസ് ഡബിൾ ഹെട്രോസൈഗസ് സ്റ്റേറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ സിക്കിൾ സെൽ അനീമിയയുടെ? ക്ലിയർ ആണ്. സിക്കിൾ സെൽ അനീമിയയിൽ എന്തൊക്കെ സംഭവിക്കാന്നുള്ളത്. ഒന്ന്, സിക്കിൾ സെൽ അനീമിയ ഈ മ്യൂട്ടേഷൻ ഒക്കെ കഴിഞ്ഞു, സിക്ലിംഗ് ഉണ്ടായി. ഓക്കെ, RBCയുടെ ഷേപ്പ് വന്നിട്ട് സിക്കിൾ സെൽ ഷേപ്പിലാവുമല്ലോ. സോ അപ്പോൾ സിക്കിൾ സെൽ അതായത് നമ്മുടെ ആ ജീനെ മാറി S എന്ന് പറയുന്ന ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന RBC എന്ന് പറയുന്നത് ഈ സിക്കിൾ ഷേപ്പിലുള്ളതായിരിക്കും. ബൈകോൺകേവിറ്റി പോയിട്ട് സിക്കിൾ ഷേപ്പിലായിരിക്കും. അപ്പൊ അതിനെ ഡിയോക്സിജനേറ്റഡ് സ്റ്റേറ്റ് ആണ് ഈ സിക്ലിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത്. നോർമലി ഓക്സിജനേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഇനിഷ്യലി സിക്ലിംഗ് ആവുന്നത് കുറവായിരിക്കും. ഡിയോക്സിജനേറ്റഡ് ആവുമ്പോഴായിരിക്കും സിക്ലിംഗ് കൂടുതലായിട്ടും വരുന്നത്. സോ ഇനിഷ്യലി നമുക്ക് ഓക്സിജനേഷൻ നടത്തിയാൽ ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് സിക്ലിങ്ങിന്. ഓക്കെ, അപ്പൊ HbS എന്നുള്ള സ്റ്റേറ്റ്, SS എന്നുള്ള സ്റ്റേറ്റ് ഡിയോക്സിജനേറ്റഡ് ആവുമ്പോഴായിരിക്കും അത് സിക്ലിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് സിക്ലിംഗ് അല്ലെങ്കിൽ സിക്കിൾ സെൽസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് RBC ഫ്രജൈലായിട്ട് അതിന്റെ ഹീമോളൈസിസ് നടക്കാം. RBC ഹീമോളൈസിസ് നടക്കാം. ആൻഡ് പിന്നെ അല്ലെങ്കിൽ ഇതിന്റെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് പോയിട്ട് ഒക്ലൂഡ് ചെയ്യും, സ്മോൾ ആർട്ടറീസിനെ പോയിട്ട് ഒക്ലൂഡ് ചെയ്യും. വാസോ ഒക്ലൂഷൻ വെച്ചിട്ടും സിംറ്റംസ് വരാം. അപ്പൊ കൂടുതലായിട്ടും സിക്കിൾ സെൽ അനീമിയയിൽ വാസോ ഒക്ലൂഷൻ ഫിനോമിനൻ അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന സിംറ്റംസ് ആണ് യൂഷ്വലി നമുക്ക് സിക്കിൾ സെൽ ഡിസീസിനകത്ത് കിട്ടുന്നത്. മൈക്രോ സർക്കുലേഷനിലേക്ക് പോകുമ്പോഴായിരിക്കും ഇത് ഒക്ലൂഡ് ആവുന്ന, അഡ്ഹീഷൻ നടന്നിട്ട് സിക്കിൾ ഷേപ്പ് അല്ലേ, അവർ അഡ്ഹീഷൻ നടന്നിട്ട് ചെറിയ ആർട്ടറീസ് പെട്ടെന്ന് ഒക്ലൂഡ് ചെയ്യും. ഓക്കെ, വാസോ ഒക്ലൂഷൻ ആൻഡ് മൈക്രോ സർക്കുലേഷൻ. പിന്നെ വേറെ സിംറ്റംസ് വരുന്നത് ഹീമോളൈസിസ് കാരണം ഹീമോളൈറ്റിക് അനീമിയ വരുമല്ലോ. സോ അപ്പോൾ ഹീമോളൈറ്റിക് അനീമിയ. അപ്പൊ അത് രണ്ടുമാണ്, അതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ മാനിഫെസ്റ്റേഷൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ വാസോ ഒക്ലൂഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന സിംറ്റംസ് ആണ് കാണിച്ചിരിക്കുന്നത്. വാസോ ഒക്ലൂഷൻ നടന്നിട്ട് ബോൺസിലാണെങ്കിൽ എന്ത് പറ്റി, ഇഷീമിയ ആൻഡ് ഇൻഫാക്ഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ സ്മോൾ ബോൺസിൽ ഇഷീമിയ ഇൻഫാക്ഷൻ ഒക്കെ വന്നിട്ട് സിവിയർ പെയിൻ ഉള്ള ഒരു കണ്ടീഷനാണ് കാണിച്ചിരിക്കുന്നത്. ഹാൻഡ് ഫൂട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്, ഹാൻഡ് ഫൂട്ട് സിൻഡ്രോം ചിൽഡ്രനിൽ കാണുന്ന ഹാൻഡ് ഫൂട്ട് സിൻഡ്രോം. ഈ വാസോ ഒക്ലൂഷൻ നടന്നിട്ട് ഇഷീമിയ ആൻഡ് ഇൻഫാക്ഷൻ ഒക്കെ വരുന്നതാണ്. അത് ഡാക്ടൈലൈറ്റിസ് ഉണ്ടാവും. ഹാൻഡ് ഫൂട്ട് സിൻഡ്രോം സിവിയർ പെയിൻ ആണ് കണ്ടീഷൻ. പിന്നെ ചിപ്മങ്ക് ഫേഷീസും ക്രൂക്കട്ട് അപ്പിയറൻസ്, സ്കള്ളിന്റെ ക്രൂക്കട്ട് അപ്പിയറൻസ്. ചിപ്മങ്ക് ഫേഷീസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, കോമ്പൻസേറ്ററി എറിത്രോപോയിസിസ് നടക്കുമല്ലോ, ഹീമോളൈസിസ് നടക്കുമ്പോൾ കോമ്പൻസേറ്ററി എറിത്രോപോയിസിസ് നടന്നിട്ട് ബോൺസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യൂലേ. സോ അപ്പൊ അങ്ങനെയാണ് ഈ ചിപ്മങ്ക് ഫേഷീസും ക്രൂക്കട്ട് സ്കൾ അപ്പിയറൻസ് കിട്ടുന്നത്. ഇത് മാർക്ഡ് ആയിട്ട് കിട്ടുന്നത് തലസീമയിലാണ്. സിക്കിൾ സെല്ലിൽ ചെറിയ രീതിയിലാണ് കേട്ടോ കിട്ടുന്നത്, മൈനർ ആയിട്ടേ ഉള്ളൂ. ചിപ്മങ്ക് ഫേഷീസും ക്രൂക്കട്ട് അപ്പിയറൻസും തലസീമയിലാണ് മേജർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അതാണ് അതിന്റെ സിംറ്റംസ് പറയുന്നത്.
അതായത് വാസോ ഒക്ലൂഷൻ കാരണം നമുക്ക് കിട്ടുന്ന കണ്ടീഷൻസ് ആണ്. ഇതൊക്കെ ക്രോണിക് ആണ് കേട്ടോ, ക്രോണിക് മാനിഫെസ്റ്റേഷൻ ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനിഷ്യലി എന്താണ് ഓക്സിജനേഷൻ വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡീഓക്സിജനേറ്റഡ് ആവുന്ന വരെ ഒരുവിധം വലിയ പ്രശ്നമില്ലാതെ പോവും. അക്യൂട്ട് മാനിഫെസ്റ്റേഷൻസും ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രോണിക് മാനിഫെസ്റ്റേഷൻസ് ആണ്. വാസോ ഒക്ലൂഷൻ നടന്ന് ബോൺസിലാകുമ്പോൾ ഈ പറഞ്ഞ പോലെ എഷീമിയ, ഇൻഫാക്ഷൻ, ഓസ്റ്റിയോമൈലൈറ്റിസ് ഒക്കെ വരാം. സ്പ്ലീനിൽ പോയിട്ട്, അതായത് സിക്കിൾ സെൽസ് നേരെ സ്പ്ലീനിൽ പോകും. സ്പ്ലീനിൽ വെച്ചിട്ടായിരിക്കും ഹീമോളൈസിസ് നടക്കുന്നത്. എക്സ്ട്രാ വാസ്കുലർ ഹീമോളൈസിസ് ആണ് കേട്ടോ. സിക്കിൾ സെൽ അനീമിയയിൽ എക്സ്ട്രാ വാസ്കുലർ ഹീമോളൈസിസ് ആണ്. സോ അപ്പോൾ അവിടെ മാർക്ട് ജോണ്ടിസ്, കോളിസിസ്റ്റൈറ്റിസ്, ഗോൺ സ്റ്റോൺസ് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പൊ സ്പ്ലീനിൽ പോയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹീമോളൈസിസ് നടക്കും. കണ്ടിന്യൂസ് ഹീമോളൈസിസ് നടന്നിട്ട് സ്പ്ലീന് എന്ത് പറ്റും? ഓട്ടോ സ്പ്ലിനെക്ടമി, സ്പ്ലീൻ റപ്ചർ ആവും. സിക്കിൾ സെല്ലിൽ സ്പ്ലീൻ റപ്ചർ ഉണ്ടാവും. ഓട്ടോ സ്പ്ലിനെക്ടമി സിക്കിൾ സെൽ അനീമിയയുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫൈൻഡിങ് ആണ് ഓട്ടോ സ്പ്ലിനെക്ടമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓട്ടോ സ്പ്ലിനെക്ടമി ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതിന്റെ പെരിഫറൽ ബ്ലഡ് സ്മിയറിലേക്ക് വരുമ്പോൾ സ്പ്ലിനെക്ടമിയിൽ കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഹൗൾ ജോളി ബോഡീസ് കിട്ടുമല്ലോ. അപ്പൊ അത് കണക്റ്റഡ് ആണ്. ഓട്ടോ സ്പ്ലിനെക്ടമി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് സിക്കിൾ സെൽ അനീമിയ എന്ന് ആലോചിക്കുക. പിന്നെ ഐസിലൊക്കെ റെറ്റിനൽ ഹെമറേജ്, ലങ്സിൽ പൾമണറി ഹൈപ്പർ ടെൻഷൻ പോലത്തെ കണ്ടീഷൻസ് ഒക്കെ വരാം. ഇതൊക്കെ ക്രോണിക് മാനിഫെസ്റ്റേഷൻസ് ആണ് കേട്ടോ. അക്യൂട്ട് വരുമ്പോൾ അവിടെ പെയിൻഫുൾ ക്രൈസിസ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഇൻഫാക്ഷൻ, സിവിയർ സ്കെലിറ്റൽ പെയിൻ വരാം. സെക്യുസ്ട്രേഷൻ ക്രൈസിസ് ഉണ്ട്. റെഡ് സെൽസ് സ്പ്ലീനിൽ പൂൾ ചെയ്തിട്ട് ഹീമോളൈസിസ് നടക്കുമല്ലോ. കണ്ടിന്യൂസ് ഹീമോളൈസിസ് നടന്നിട്ട് ഫൈനലി ഓട്ടോസ്പ്ലെനക്ടമി ആണ്. സ്പ്ലീനിലാണ് ഈ പറഞ്ഞ സെക്യുസ്ട്രേഷൻ ക്രൈസിസ് വരുന്നത്. അത് സെക്യുസ്ട്രേഷൻ ക്രൈസിസ് പൂളിങ് കഴിഞ്ഞാൽ പിന്നെ ഹീമോളൈസിസ്, അത് ഹീമോലൈറ്റിക് ക്രൈസിസ് എന്ന് പറയും. ഓക്കെ, അവിടെ മാർക്ട് ജോണ്ടിസ് ഉണ്ടാകും. എക്സ്ട്രാ വാസ്കുലർ ഹീമോളൈസിസ് ആണ്. സോ അവിടെ ജോണ്ടിസ് മാർക്ട് ആയിട്ട് കിട്ടും. സോ സിക്കിൾ സെൽ അനീമിയയുടെ ടെസ്റ്റ്, സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് സിക്ലിംഗ് ടെസ്റ്റ് ആണ്. സിക്ലിംഗ് ടെസ്റ്റ് മീൻസ് സിമ്പിൾ ഇതേ ഉള്ളൂ, സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഡീഓക്സിജനേഷൻ നടത്തും കേട്ടോ. സോഡിയം മെറ്റാബൈസൾഫേറ്റ് ഡീഓക്സിജനേഷൻ നടത്തും ബ്ലഡിൽ. സോ അപ്പോൾ ഡീഓക്സിജനേഷൻ എന്ന് പറയുന്നത് സിക്ലിംഗ് പ്രൊമോട്ട് ചെയ്യില്ലേ. സോ അപ്പോൾ അവിടെ നോർമലി എടുത്താൽ സിക്ലിംഗ് ഉണ്ടായിരിക്കില്ല, പക്ഷെ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സിക്ലിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സിക്കിൾ സെൽ അനീമിയ ആണെന്ന് മനസ്സിലാക്കാം. സ്ക്രീനിങ് ആണ് ഈ സിക്ലിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക്കിനകത്ത് നമുക്ക് സ്മിയർ എടുത്താൽ അതിൽ ടാർഗറ്റ് സെൽസ് ഉണ്ടാവും, സിക്കിൾ സെൽസ് ഉണ്ടാവും, ഹൗൾ ജോളി ബോഡീസ് ഉണ്ടാവും. ഓക്കെ, കൺഫർമേറ്ററി ഇലക്ട്രോഫോറസിസ് ആണ്. ഓക്കെ, ഹൗൾ ജോളി ബോഡീസ് എന്ന് പറയുന്നത് എന്താ? DNA ഫ്രാഗ്മെന്റ്സ് ആണ് അല്ലെ. DNA ഫ്രാഗ്മെന്റ്സ് യൂഷ്വലി അത് സ്പ്ലീൻ ആണ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പ്ലീനക്ടമി ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹൈപ്പോസ്പ്ലീനിസം വരുന്ന കണ്ടീഷൻസിലൊക്കെ ആയിരിക്കും ഹൗൾ ജോളി ബോഡീസ് യൂഷ്വലി കാണുന്നത്. RBCയിൽ വരുന്ന DNA ഫ്രാഗ്മെന്റ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ റെമനൻസ് ആണ് ഹൗൾ ജോളി ബോഡീസ് എന്ന് പറയുന്നത്. സ്പ്ലീൻ യൂഷ്വലി അത് റിമൂവ് ചെയ്യും, പക്ഷെ സ്പ്ലീനിന് പറ്റാത്ത കണ്ടീഷൻസ്, അതായത് സ്പ്ലീനിന്റെ ഫംഗ്ഷൻ കുറയുന്ന അല്ലെങ്കിൽ സ്പ്ലനക്ടമി കഴിഞ്ഞ കണ്ടീഷൻസിലായിരിക്കും നമുക്ക് ഹൗൾ ജോളി ബോഡീസ് കിട്ടുന്നത്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ സിക്കിൾ സെൽ അനീമിയ, ആൻഡ് അനദർ ഇസ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലെ നമ്മൾ ഹൗൾ ജോളി ബോഡീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അവിടെ എന്ന് പറയുന്നത് എന്തായിരുന്നു? DNA സിന്തസിസിനായിരുന്നു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ അതിന്റെ ഫ്രാഗ്മെന്റ്സ് ഉണ്ട്, ഹൗൾ ജോളി ബോഡീസ്. ഓക്കെ, പിന്നെ തലസേമിയയിലും ഹൗൾ ജോളി ബോഡീസ് കിട്ടുന്നുണ്ട്. സോ സ്ക്രീനിങ് ടെസ്റ്റ്, സിക്ലിംഗ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് നമ്മൾ സ്മിയർ എടുത്താൽ അതിൽ ടാർഗറ്റ് സെൽസ് ഉണ്ടായിരിക്കും, സിക്കിൾ സെൽസ് ഉണ്ടായിരിക്കും, ഹൗൾ ജോളി ബോഡീസ്. കൺഫർമേറ്ററി വന്നിട്ട് ഇലക്ട്രോഫോറസിസ് ആണ് കൺഫർമേറ്ററി ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് റേറ്റ് ഓഫ് സിക്ലിംഗ്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് HbS ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് അതർ ഹീമോഗ്ലോബിൻ. അത് നമ്മൾ ഈ പറഞ്ഞ ഹോമോസൈഗസ്, ഹെട്രോസൈഗസ് എന്നൊക്കെ ഉള്ളതാണ് ഈ ഉദ്ദേശിക്കുന്നത്. എമൗണ്ട് ഓഫ് HbS എത്ര ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഹോമോസൈഗസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു രണ്ടും SS ടൈപ്പ് ആണ് അല്ലേ. സോ അപ്പൊ അവിടെ സിക്ലിംഗ് കൂടുതലായിട്ട് നടക്കും. ഓക്കെ, ഹെട്രോസൈഗസ് ആണെങ്കിൽ HbS പ്ലസ് A ആയിരിക്കും. ഒരു ഇതെന്ന് പറയുന്നത് A ആയിരിക്കും, ഒരെണ്ണം S ആയിരിക്കും. സോ അവിടെ A ആണ്
പ്രിഡോമിനന്റ് ആയിട്ട് ഫോം ചെയ്യുന്നെങ്കിൽ. ഓക്കെ, എ ആയിരിക്കും പ്രിഡോമിനന്റ് ആയിട്ട്, നമ്മൾ റെസസീവ് ആണെന്ന് പറഞ്ഞു. എസ് എന്ന് പറയുന്ന ആള് പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന എ ആയിരിക്കും. ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന എ സിക്ലിംഗ് ഇൻഹിബിഷൻ, നോർമലി സിക്ലിംഗ് ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, പിന്നുള്ളത് HbF ആണല്ലേ, നമ്മൾ പറഞ്ഞ HbF. HbF എന്ന് പറയുന്നത് ഫീറ്റൽ ലൈഫിൽ എപ്പോഴും അഡൽട്ട് ഹീമോഗ്ലോബിൻ സിന്തസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ മ്യൂട്ടേഷൻ വന്നിട്ട് അത് HbS ആകുന്നത്, എ മാറിയിട്ട് എസ് ആകുന്നത്. പക്ഷെ ഫീറ്റൽ ലൈഫിൽ നോക്കുക, HbF എപ്പോഴും ഇതിന് ഇൻഹിബിറ്ററി ആയിരിക്കും. ഓക്കെ, സിക്കിൾ സെല്ലിന്റെ ജീൻ HbS-ന് ഇൻഹിബിറ്ററി ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ അപ്പൊ HbF മാറി എ ആയതിനു ശേഷം മാത്രമേ കാര്യമായിട്ട് ഇത് എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഒരു ഫസ്റ്റ് 6 months വരെ എന്ത് പറ്റും, ന്യൂ ബോൺസിൽ സിക്കിൾ സെൽ അനീമിയയുടെ സിംറ്റംസ് ഒന്നും കിട്ടണം എന്നില്ല. HbF ആണ് ഫസ്റ്റ് 6 months വരെ ഉള്ളത്. എഫ് ഇതിന് ഇൻഹിബിറ്ററി ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 6 months വരെ അതിന് സിംറ്റംസ് ഒന്നും കിട്ടണം എന്നില്ല. അപ്പൊ 6 months കഴിയുമ്പോഴത്തേക്കും HbF മാറിയിട്ട് അവിടെ അഡൽട്ട് ഹീമോഗ്ലോബിൻ റീപ്ലേസ് ചെയ്യും. അഡൽട്ട് ഹീമോഗ്ലോബിന്റെ സിന്തസൈസിനകത്താണ് നമുക്ക് മ്യൂട്ടേഷൻ വന്നിട്ട് ഡിഫക്റ്റ് വരുന്നതെന്ന് ആലോചിക്കുക. ഓക്കെ, സോ അപ്പോൾ ആദ്യത്തെ 6 months വരെ സിംറ്റംസ് കിട്ടണം എന്നില്ല. HbF HbS-ന് ഇൻഹിബിറ്ററി ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കിട്ടിയോ അത്? എമൗണ്ട് ഓഫ് HbS എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്. നമ്മൾ ആദ്യം പറഞ്ഞ ഹോമോസൈഗസ് ഹെട്രോസൈഗസ് സ്റ്റേറ്റ് അതൊക്കെ തന്നെ ഉള്ളൂ. ഹോമോസൈഗസ് ആണെങ്കിൽ ഉറപ്പായിട്ടും സിക്ലിംഗ് ഉണ്ടായിരിക്കും അല്ലേ. ഹെട്രോസൈഗസ് ആണെങ്കിലോ അവിടെ പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് എ ആയിരിക്കും, എസ് റിസസീവ് ആണ്. സോ ഇപ്പൊ എ പ്രിഡോമിനന്റ് ആണ്, എ സിക്ലിംഗ് അവിടെ പ്രിവെന്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യും. HbF ആണെങ്കിലും ഇൻഹിബിറ്റ് ചെയ്യും. എഫ് മാറി എ ആകുന്ന സമയത്താണ് നമുക്ക് എന്താണ് എയിൽ മ്യൂട്ടേഷൻ നടന്നിട്ട് എസിന്റെ ബീറ്റ സിന്തസൈസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ഹീമോഗ്ലോബിൻ. അതിനു മുന്നേ ഇൻട്രാസെല്ലുലാർ ഡീഹൈഡ്രേഷൻ നോക്കാം കേട്ടോ. ഇൻട്രാസെല്ലുലാർ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഹൈപ്പോക്സിയ. ഇൻട്രാസെല്ലുലാർ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ എന്താണ്, വാട്ടർ കണ്ടന്റ് കുറയാണ് അല്ലെ. ഡീഹൈഡ്രേഷൻ വരുമ്പോൾ വാട്ടർ കണ്ടന്റ് കുറയാണ്, സൈറ്റോപ്ലാസത്തിൽ വാട്ടർ കണ്ടന്റ് കുറയാണ്. അപ്പൊ ഇൻട്രാസെല്ലുലാർ ഡീഹൈഡ്രേഷൻ വന്നപ്പോൾ വാട്ടർ കണ്ടന്റ് കുറഞ്ഞു. സോ നോർമലി ഹീമോഗ്ലോബിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, ഒരു സിംഗിൾ RBC-യിൽ ഹീമോഗ്ലോബിന്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടും അല്ലെ. ഉണ്ടായിരുന്ന വാട്ടർ പുറത്തു പോയി, പിന്നെ ഇനി അവിടെ ഹീമോഗ്ലോബിൻ മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ അവിടെ ഹീമോഗ്ലോബിന്റെ കോൺസെൻട്രേഷൻ കൂടും. സിംഗിൾ RBC-യിലെ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് MCHC അല്ലെ. MCHC അവിടെ കൂടും. MCHC കൂടിയാൽ സിക്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. MCHC പ്രൊമോട്ട് സിക്ലിംഗ്. ഇൻട്രാസെല്ലുലാർ ഡീഹൈഡ്രേഷൻ വന്നാൽ വാട്ടർ കണ്ടന്റ് കുറയും, അതനുസരിച്ച് ഹീമോഗ്ലോബിന്റെ കോൺസെൻട്രേഷൻ കൂടും, MCHC ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിന്റ് ഒന്നിച്ചാണ് കേട്ടോ, ഇൻട്രാസെല്ലുലാറും ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. MCHC കൂടും, MCHC സിക്ലിംഗ് പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ യൂഷ്വലി ബൈക്കോൺകേവ് ഷേപ്പിലായിരിക്കുമല്ലോ കാണുന്നത്, ബൈക്കോൺകേവ് ഷേപ്പിലായിരിക്കും കാണുന്നത്. ഇത് മാറിയിട്ട് ഒരു സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്ന സമയത്ത് എന്ത് പറ്റും, ഒരു ഏരിയയിലുള്ള ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ അത് ഒന്നും കൂടെ അങ്ങ് ചുരുങ്ങാണ്. RBC അല്ലെ, ബൈക്കോൺകേവ് എന്ന് പറയുന്ന വിശാലമായ രീതിയിൽ നിന്നും കുറച്ചുകൂടെ ചുരുങ്ങാണ് ആ ഒരു സിക്കിൾ ഷേപ്പിലേക്ക് മാറാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പൊ അവിടെ എന്താണ്, ഹീമോഗ്ലോബിനെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കുകയാണ്, ഒന്നുകൂടെ ടൈറ്റ് ആവുകയാണ് അവിടെ അല്ലെ. ഹീമോഗ്ലോബിന്റെ കോൺസെൻട്രേഷൻ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കൂടുകയായിരിക്കും അവിടെ ചെയ്യുന്നത്. ബൈക്കോൺകേവിറ്റിന്ന് മാറിയിട്ട് സിക്കിൾ ഷേപ്പിലേക്ക് മാറുമ്പോൾ MCHC ഇൻക്രീസ്ഡ് ആയിരിക്കും എന്ന് ആലോചിക്കുക. MCHC കൂടുന്നത് സിക്ലിംഗ് പ്രൊമോട്ട് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഡിക്രീസ് ഇൻ pH അല്ലെങ്കിൽ അസിഡോസിസ് അല്ലെ. pH കുറയുന്നത് അസിഡോസിസ്. അസിഡോസിസ് മീൻസ് എന്താ, അസിഡോസിസ് ആകുമ്പോൾ അവിടെ ഓക്സിജനോടുള്ള അഫിനിറ്റി കുറവായിരിക്കും. അതായത് അവിടെ ഒരു ഡീഓക്സിജനേറ്റഡ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യും അസിഡോസിസ് വന്നു കഴിഞ്ഞാൽ. ഡീഓക്സിജനേറ്റഡ് സ്റ്റേറ്റ് എപ്പോഴും സിക്ലിംഗ് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഫെസിലിറ്റേറ്റ് സിക്ലിംഗ്. അസിഡോസിസിൽ ഓക്സിജനോടുള്ള അഫിനിറ്റി കുറവായിരിക്കും, ഡീഓക്സിജനേറ്റഡ് സ്റ്റേറ്റ് അവിടെ ഉണ്ടാവും, അത് പ്രൊമോട്ട് സിക്ലിംഗ് എന്ന് ആലോചിക്കുക. സെയിം തന്നെയാണ് ലെങ്ത് ഓഫ് ടൈം റെഡ് സെൽസ് ആർ എക്സ്പോസ്ഡ് ടു ലോ ഓക്സിജൻ ടെൻഷൻ. ഓക്കെ,
ലോ ഓക്സിജൻ ടെൻഷൻ എക്സ്പോസ്ഡ് ആകുമ്പോൾ എങ്ങനെയാണ്? സെയിം തന്നെ ഡീഓക്സിജനേറ്റഡ് സ്റ്റേറ്റ് അല്ലേ. സോ അപ്പൊ അവിടെ HBS അല്ലെങ്കിൽ സിക്ലിങ് പ്രൊമോട്ട് ചെയ്യും. സോ അപ്പൊ ഫാക്ടേഴ്സ് MCHC കൂടുമ്പോൾ സിക്ലിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുമെന്ന് ആലോചിക്കുക. ഡീഓക്സിജനേറ്റഡ് സ്റ്റേറ്റും സിക്ലിങ് പ്രൊമോട്ട് ചെയ്യും. അത്രയാണ് സിക്കിൾ സെൽ അനീമിയക്കകത്തുള്ളത്. ഓട്ടോസോമൽ റെസസീവ് ആണ്. ഓട്ടോസോമൽ റെസസീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതിൽ ട്രേറ്റ് ഏതാണ്, ഡിസീസ്ഡ് ഏതാണെന്ന് പറയാൻ പറ്റും. പിന്നെ ക്രോമസോം നമ്പർ 11 വരുന്ന മ്യൂട്ടേഷൻ, അഡിനൈൻ മാറിയിട്ട് തൈമിഡിൻ ആവും, ഗ്ലൂട്ടാമിക് ആസിഡ് മാറിയിട്ട് വാലിൻ വരും ഇൻ 6th പൊസിഷൻ. പിന്നെ അതിന്റെ സിംറ്റംസ് നമുക്ക് കിട്ടുന്നത് രണ്ട് രീതിയിലായിരിക്കും. ഒന്ന് ഹീമോളൈസിസ് നടന്നിട്ട് ഹീമോളിറ്റിക് അനീമിയ, എക്സ്ട്രാ വാസ്കുലർ ഹീമോളൈസിസ് ആണ് സിക്കിൾ സെൽ അനീമിയയിൽ. G6PD ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ് ആയിരുന്നു, ഇതിൽ എക്സ്ട്രാ വാസ്കുലർ ഹീമോളൈസിസ് ആണ്. പിന്നെ വാസോ ഒക്ലൂഷന്റെ പ്രശ്നങ്ങൾ, അതായത് സിക്കിൾ സെൽസ് അഡ്ഹഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അവര് ഒക്ലൂഡ് ചെയ്യും, മൈക്രോ സർക്കുലേഷനകത്ത് പോയിട്ട് ഒക്ലൂഡ് ചെയ്യും. അതിൻ്റെതായിട്ടുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതിലാണ് നമ്മൾ പറഞ്ഞ ഹാൻഡ് ഫുട്ട് സിൻഡ്രോം വരുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ സ്ക്രീനിങ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും. ഫാക്ടേഴ്സ് സിക്കിൾ സെൽ അനീമിയയിലും ഇസ് ഓൾസോ പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് ഫാൽസിപാരം മലേറിയ. ഓക്കെ, അവിടെ ഇത് തന്നെ ഉള്ളൂ. ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ RBC ഹീമോളൈസ്ഡ് ആയി പോവുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് സിക്കിൾ സെല്ലിലും C6PD ഡെഫിഷ്യൻസിക്കകത്തും ഇസ് പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് ഫാൽസിപാരം മലേറിയ.